റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് മുസ്ലിം ലീഗിൽ ഭൂരിപക്ഷ അഭിപ്രായം. വി ഡി സതീശന് അനുകൂലമായ ജനവികാരം ഹൈക്കമാൻഡ് പരിഗണിക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. വി ഡി സതീശന് അനുകൂലമായ തരംഗം താഴെത്തട്ടിലും പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇപ്പോഴത്തെ തർക്കത്തിൽ കക്ഷി ചേരണ്ട എന്നും ഹൈക്കമാൻഡ് തീരുമാനം പോലെ നിലപാട് സ്വീകരിക്കാമെന്നുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം നേതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മുബഷീർ പി അക്ബർ വിവരങ്ങൾ നൽകും. മുബഷീർ, ഇപ്പോൾ മലപ്പുറത്ത് പലയിടത്തും വി ഡി സതീശന് അനുകൂലമായ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ആരുടെ ഫ്ലക്സാണ് എന്നുള്ളത് വ്യക്തമാകാതെ ചിലയിടങ്ങളിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന രൂപത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ കണ്ടിരുന്നു. ഇപ്പോൾ ലീഗിന്റെ അഭിപ്രായം പ്രധാനമാണ്. ലീഗ് ഈ തിരഞ്ഞെടുപ്പിൽ വിധി വരുമ്പോൾ വലിയ തോതിൽ വിജയം നേടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലപ്പുറവും ലീഗ് മത്സരിക്കുന്ന എല്ലായിടത്തും നേട്ടം കൈവരിക്കുകയാണെങ്കിൽ അവർക്കൊരു സേ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമല്ലോ. അപ്പോൾ ലീഗുമായി ഒരു നേരത്തെ ഉണ്ടായിരുന്ന ബന്ധമില്ലായ്മ വി ഡി സതീശൻ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. തങ്ങളുമായും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആയിട്ട് നല്ല ബന്ധം അദ്ദേഹം സ്ഥാപിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലീഗ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്? പുറത്തേക്ക് പറയുന്നില്ല എങ്കിലും അകത്തവരെടുത്തിരിക്കുന്ന നിലപാട് എന്താണ് മുബഷീർ? സ്മൃതി, താഴെത്തട്ടിൽ ഉൾപ്പെടെ പൊതുവെ ജനവികാരം വി ഡി സതീശന് അനുകൂലമാണെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവെ UDF-നെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ അതിനുശേഷം നടന്ന പല തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ മികച്ച നേതൃത്വം തന്നെയാണ് വി ഡി സതീശൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. ആദ്യഘട്ടത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വത്തോടെ പി കെ കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി പോലെയുള്ള, കെ എം മാണി പോലെയുള്ള നേതാക്കളോടൊപ്പം പ്രവർത്തിച്ചു വന്ന കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന മുതിർന്ന നേതാക്കളെ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വം പരിഗണിക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും അവസാന ഘട്ടത്തേക്ക് അവർക്ക് തന്നെ വി ഡി സതീശൻ പരിഹരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന മതേതര നിലപാടുകൾ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്തു എന്നുള്ളത് വെള്ളാപ്പള്ളി വിഷയത്തിലെടുത്ത നിലപാടാണ് അതിൽ ഏറ്റവും നിർണായകമെന്നാണ് ഞാൻ കരുതുന്നത്. മലപ്പുറത്തെ ശ്വാസം മുട്ടുന്നു എന്ന വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തോടെ ശക്തമായി പ്രതികരിച്ച UDF-ലെ നേതാവ് എന്നുള്ളത് അത് വി ഡി സതീശനായിരുന്നു എന്നുള്ളത് ലീഗിനെ അതിൽ ഒരു പിന്തുണയുണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമായി ഭവിച്ചിരിക്കുന്നതാണ്.